അപ്പൊ എങ്ങനെയാണ് അതിന്റെ ചിട്ട മാത്രമാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ സങ്കല്പത്തിന്റെ. അപ്പൊ അതായത് ഇങ്ങനെ കാണിക്കുന്നതിനെ മഹാഭക്തിയായിട്ടോ അല്ല, മിനിമം ഒരു ഭക്തൻ. നമസ്കാരം, കൈപ്പേശ്ശേരി പോയെന്നവരി. നമ്മൾ ആരോട് ചോദിച്ചാലും എങ്ങനെ അമ്പലത്തിൽ, പിന്നെ അമ്പലത്തിൽ ഭയങ്കര പോകും, പ്രാർത്ഥന എല്ലാ ദിവസവും തിരുവേനി പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥന, ഏത് രീതിയിലാണ് പ്രാർത്ഥന, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥന, എപ്പോഴാണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥന, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനാണ് പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥന, അതിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരം ഒന്ന് പറയാം എന്ന് തോന്നി. നിങ്ങളെല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, നന്നായിട്ട് അറിവുള്ളവരാണ്. എങ്കിലും ഒരു നമ്മൾ അതിനെ ഒരു ചിന്തനം കൂടി നമ്മൾ ചെയ്യുകയാണ്. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും നമ്മുടെ ഈശ്വരനുമായി നിൽക്കുന്ന സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മുടെ ഈശ്വരനോട്, നമ്മുടെ ഭഗവാനോട്, നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ആ ഭഗവാനോടുള്ള നന്മയും അല്ലെങ്കിൽ ആ നന്മ നിറഞ്ഞ വാക്കുകളെ കൊണ്ട് നിറഞ്ഞ നാമജപാദികളും ഈശ്വരനുമായിട്ടുള്ള, ഈശ്വരനോട് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനോട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. രണ്ട് എന്താ പറയുക, നഗ്നദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത രണ്ട് ശക്തികൾ. നമ്മുടെ മനസ്സിന്റെ ശക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഈശ്വര ശക്തിയും നമ്മൾ എന്താ പറയുക കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി നമുക്ക് ഫീൽ ചെയ്യും. ഇത് തമ്മിൽ സംസാരിക്കുന്നതിനെ പ്രാർത്ഥനയായിട്ട് നമുക്ക് ആദ്യം കണക്ക് കൂട്ടാം. അപ്പൊ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ആദ്യം ആരാണ്? നമ്മൾ ഇതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്ന ഗുരുനാഥനെ നമ്മൾ ആദ്യം മനസ്സിൽ സ്മരിച്ചിട്ട് വേണം പ്രാർത്ഥന എന്താണെങ്കിലും തുടങ്ങാൻ. നമുക്കിത് പറഞ്ഞു തന്ന ഗുരുനാഥ സങ്കല്പത്തിൽ നിന്നാണ്. ഗുരുനാഥൻ എന്ന് പറയുന്നത് ആദ്യം നമ്മളെ നാമം പഠിപ്പിച്ചത് നമ്മുടെ അമ്മയാണ്, നമ്മുടെ അച്ഛനാണ്, അതിനുശേഷം ആചാര്യന്മാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന അച്ഛനെ അമ്മ എങ്ങനെ തൊഴണേന്ന് വെച്ചാൽ ധൈര്യമായിട്ട് തൊഴാമല്ലോ. എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ തൊഴുത് ഗുരു ബ്രഹ്മോ ഗുരു വിഷ്ണു എന്ന് പറയണ ആ ശ്ലോകമൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ പ്രാർത്ഥന തുടങ്ങുക. എന്നിട്ടാണ് പ്രാർത്ഥന തുടങ്ങാവുള്ളൂ. ഈ ചില ആൾക്കാർക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വര എന്നെ രക്ഷിച്ചേക്കണേ എന്ന് രാവിലെ വിളക്കിൻ്റെ മുമ്പിൽ പറയുന്നതാണ് അവരുടെ പ്രാർത്ഥന. ഈശ്വര ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ബിസിനസ് നടക്കണേ എന്ന് പറയുന്നതാണ് അവരുടെ പ്രാർത്ഥന. ഈശ്വര ഇന്നെൻ്റെ പരീക്ഷ പാസ്സാവണേ എന്ന പരീക്ഷയുടെ അന്ന് മാത്രം പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇതല്ല പ്രാർത്ഥന. ഇതല്ല പ്രാർത്ഥന. കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനെ അപേക്ഷിക്കുന്നതിനെ നമ്മൾ പ്രാർത്ഥന എന്നല്ല പ്രാർത്ഥന. കാര്യം കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല, അതല്ല പ്രാർത്ഥന. അല്ലെങ്കിൽ ഇങ്ങനെ ആ വിളക്കിൻ്റെ മുമ്പ് ഇങ്ങനെ കാണിച്ചിട്ടൊരു ഓട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ നേരത്തെ തൊഴുതിട്ട് ആൾക്കാർ പറയും എന്നും അവൻ തൊഴുത് ഇറങ്ങോട്ട് തരുമ്പോൾ ഇനി ഭയങ്കര വിശ്വാസിയാണ്. അതല്ല, അത് മാത്രമല്ല പ്രാർത്ഥന. അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥനാ സങ്കല്പം തുടങ്ങുന്നതിന് മുമ്പ് ഗുരുവിനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആരാണ്? രണ്ടാമത് ദേവന്മാരുടെ അധിപനായി നിൽക്കുന്ന ഗണപതിക്ക് ആണ്. ഗണപതിയെ പ്രാർത്ഥിച്ചു, കുറച്ചു നേരം ഗംഗണപതിയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മൂലകുടുംബം, നമ്മുടെ പരദേവത, നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാരെ പ്രാർത്ഥിക്കണം. ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പൂതറവാടുകൾ, ധർമ്മദൈവത്തിന് അതിന് നാമജപാദികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇനി മഹാദേവനാണ് നമശിവായ ചോദിക്കാം, മഹാവിഷ്ണു ആണെങ്കിൽ എന്താ പറയണേ നാരായണനാമം ചോദിക്കാം, ഭഗവതിയാണ് ഭഗവതിയുടെ നാമം ചോദിക്കാം. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ എൻ്റെ കുലദേവതയ്ക്ക് നമസ്കാരം അറിയില്ല എങ്കിൽ എൻ്റെ കുടുംബദേവതയ്ക്ക് നമസ്കാരം ഇത് പറഞ്ഞാൽ മതി. എൻ്റെ കുടുംബദേവതയെ അനുഗ്രഹിക്കണേ ഇത് പറഞ്ഞെങ്കിലും മൂന്നാമത് കുടുംബദേവതയ്ക്കാണ്. നാലാം ഭാവത്ത് പ്രാർത്ഥനയുടെ നാലാം ഭാവം നമ്മൾ താമസിക്കുന്ന നാട്ടിലെ ദേശത്തിന്റെ അധിപതിയായ ദേശദേവതയ്ക്ക് നമസ്കാരം പ്രാർത്ഥിക്കണം. ദേശദേവതയുടെ കീർത്തനങ്ങൾ കേൾക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്തു വേണമെങ്കിലും ആവാം, എന്തു വേണമെങ്കിലും ആവാം. ശരി, മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ കുടുംബത്തെ ഒരു വേളി ക്ഷണിക്കാൻ വരുമ്പോൾ അവിടെ ഗേറ്റിങ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിങ്ങളുടെ കാവൽക്കാരൻ അവിടെ നനച്ചുകൊണ്ടിരിക്കണു, അല്ലെ പൂത്തോട്ടക്കാരനുണ്ട്, അയാളുടെ കയ്യിൽ ലെറ്റർ കൊടുത്തിട്ട് എല്ലാവരോടും പറഞ്ഞേക്കും എന്ന് പറഞ്ഞാൽ ആരും ആ വീട്ടിൽ നിന്ന് വേളിക്ക് വരികയില്ല. നമ്മളെന്താ ചെയ്യണം? ആ കുടുംബനാഥയെ കുട്ടികളെ എല്ലാം നമ്മൾ കണ്ട് നമ്മുടെ ആ കർമ്മം മംഗളമാക്കി തരാൻ അവരോട് പറയുന്നതാണ് ഒരു ക്ഷണം. എന്ന് പറയണ പോലെ തന്നെ നമ്മളെ എപ്പോഴും സംരക്ഷിക്കണ ആരാ? നമ്മളെ ആ എന്ന് അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥൻ, അല്ലെങ്കിൽ ആ ഗുരുനാഥനിലൂടെയാണല്ലോ നമ്മൾ സംസാരിക്കാൻ പഠിച്ചത്. രണ്ടാമതാരാ? ഗണപതിയെ പ്രാർത്ഥിക്കാതെ അത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 3 നമ്മുടെ കുലദേവത,
4 ദേശാധിപതി ദേവത. ഇത് 4 ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പൊ ഇത് 4 തൊഴുതതിന് ശേഷമാണ്, പ്രാർത്ഥിച്ചതിന് ശേഷമാണ്, അവരുടെ നാമം ജപിച്ചതിന് ശേഷമാണ് ഇഷ്ടനാമങ്ങൾ. ഇഷ്ടനാമ പറയണേ. ഇന്നത് ജപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിഷ്കർഷയില്ല. അത് ഓരോ ജപത്തിൻ്റെയും പ്രാധാന്യം ഓരോ തവണ ഞാൻ പറയുന്നുണ്ട്. ഓരോ ജപം കൊണ്ട് ഓരോ ഗുണത്തെയും ഞാൻ പറയുന്നുണ്ട്. ഈ നിങ്ങൾ പ്രാർത്ഥനാ സങ്കല്പത്തിൽ ഞാൻ പറയണത് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അതിന് ഇഷ്ടനാമങ്ങൾ. നിങ്ങൾക്കിപ്പോൾ ദേവി മഹാത്മ്യമാണോ ആയിക്കോളൂ, ലളിതാ സഹസ്രമാണോ ആവാം, വിഷ്ണു സഹസ്രമാണോ ആയിക്കോളൂ, നമശിവായ, നാരായണനാമ, രാമായ നമ, ഗം ഗണപതേ നമ, അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, എന്ത് നാമങ്ങളും ആവട്ടെ. അതിനുശേഷം ഇഷ്ടനാമങ്ങൾ മുഴുവൻ ജപിക്കുക. ഇഷ്ടനാമങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞു. ആ ജപിച്ചു കഴിഞ്ഞ് അവസാനം എന്താ ചെയ്യേണ്ടത്? എല്ലാ ജപങ്ങളും കഴിഞ്ഞിട്ട് കരചരണകൃതം വാ കർമ്മ വാക്കായഞ്ചവാ ശ്രവണനയനഞ്ചവാ മാനസം വാ പരാധം വിദിതം വാ സർവമേതേൽ ക്ഷമസ്വ ശിവശിവകരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഭഗവാനോട് മഹാദേവനോട് ക്ഷമ പറയാം. അതുപോലെ തന്നെ എന്താ പറയണേ, ഭഗവതിയോട് ഭഗവതി നാമങ്ങൾ ജപിക്കുവാണെങ്കിൽ അപരാധങ്ങൾ ഞാൻ നിത്യവും അസംഖ്യം ചെയ്വതൊക്കെയും ദാസനെന്നോർത്തമ്മേ ക്ഷമിക്കൂ ജഗദീശ്വരി. അങ്ങനെ ഭഗവതിയോട് പറയാം. ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നാമത്തിലൂടെ ചിന്തകളിലൂടെ, ഇപ്പൊ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്ത കോളേജിലേക്ക്, സ്കൂളിലേക്ക്, പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സ് മറ്റൊക്കെ സഞ്ചരിച്ചാൽ അത് തെറ്റാണ്. ഭഗവാനെ സ്വരൂപിച്ച്, ഭഗവാനെ നനച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കുമ്പോൾ ആ ഭഗവാന്റെ ഊർജത്തിന് വേണ്ടി അദ്ദേഹവുമായി നമ്മൾ അടുത്തിരുന്ന് ഉപവസിച്ച് നാമജപാദികൾ ചെയ്യുന്ന സമയത്ത് ആ ഭഗവത് ചിന്തയിൽ നിന്ന് മാറുന്നത് തെറ്റായതുകൊണ്ട് ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ചിന്തകളിലോ വാക്കിലോ ബുദ്ധിയിലോ പ്രവൃത്തിയിലോ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കുക എന്ന് പറഞ്ഞ് സകല ദേവന്മാരെയും നമസ്കരിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കണം. അപ്പൊ എങ്ങനെയാണ് എൻ്റെ ചിട്ട മാത്രമാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ സങ്കല്പത്തിന്റെ. അപ്പൊ അതായത് ഇങ്ങനെ കാണിക്കുന്നതിനെ മഹാഭക്തിയായിട്ടോ അല്ല, മിനിമം ഒരു ഭക്തൻ നമ്മുടെ ഗുരുനാഥന്മാരെയും നമ്മുടെ ഗണപതി ഭഗവാനെയും ദേശദേവതയും കുലദേവതയും തൊഴുത് പ്രാർത്ഥിക്കുന്നതാണ് മിനിമം ഒരു ഭക്തൻ. ഇനിയിപ്പോ ഒരു സമയവും ഇല്ലെങ്കിൽ ആ ഇത് കഴിഞ്ഞിട്ട് ആ ഗുരുവായൂരപ്പനെ, അല്ലെങ്കിൽ ഏറ്റുവാനൂരപ്പനെ, അല്ലെ വൈക്കത്തപ്പനെ, അല്ലെ ശബരിമല ശാസ്താവിനെ, ഇല്ലെ കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെ വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഈശ്വരന്മാരെയൊക്കെ നമുക്ക് അവിടെ തൊഴാം. നമ്മൾ അമ്പലത്തിൽ പോകണമെന്നില്ല. നാമം ഒന്നും ജപിക്കാൻ പറ്റിയില്ലേ അത്രയെങ്കിലും ചെയ്യണം. ആ തൊഴുന്നത് പോലും നമുക്ക് ഫലപ്രദമാണ്. അത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ. അതായത് നമ്മൾ ഇങ്ങനെ മാത്രം കാണിച്ചു പോകുന്ന, നമ്മളിപ്പോൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ആ ക്ഷേത്രത്തിൽ ഇറങ്ങാൻ സമയത്ത് അപ്പൊ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സങ്കേതത്തിൽ അങ്ങനെ ആകരുത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ പൂജാമുറി ആകുന്ന ശ്രീകോലില് ഭഗവത് സമ്പ്രദായത്തെ തൊഴുമ്പോൾ അങ്ങനെ ആകരുത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരോടും എനിക്കൊരു ഇത് പറയാനില്ല. പക്ഷെ ഒരു ചിട്ടയായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഐശ്വര്യം, കേമത്വം ഗംഭീരല്ലേ? എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ വെറുതെ ഒരു തൊഴിലാവരുത്. അതിനൊരു ചിട്ടയായിട്ട് പോകട്ടെ. ആ ചിട്ടയിലൂടെയുള്ള പ്രാർത്ഥനയ്ക്ക്, ചിട്ടയിലൂടെയുള്ള ജപാദികൾക്ക് അതി നല്ല ഫലമല്ലേ, ഗംഭീരല്ലേ? നമസ്കാരം.